ഹായ്, എല്ലാവർക്കും ആനക്കാര്യം ചേനക്കാര്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തനു കുര്യൻ. ഇവിടെ എൻ്റെയും നിങ്ങളുടെയും ചെറുതും വലുതുമായുള്ള അനുഭവങ്ങൾ, താല്പര്യങ്ങൾ, യാത്രകൾ, പരിഗണനകൾ, അതായത് ചോയ്സസ് എന്നിവ പങ്കിടാം. ആഫ്റ്റർ ഓൾ, എൻ്റെയും നിങ്ങളുടെയും നിറമുള്ള കഥകളുടെ കൂട്ടുചേരലാണല്ലോ ജീവിതം. ചിലപ്പോൾ ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് ആത്മവിശ്വാസം പകരാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അനുഭവങ്ങൾ മറ്റൊരാളുടെ പ്രത്യക്ഷകൾക്ക് ഉണർവുണ്ടാക്കാം. ഓർ സംബഡീസ് ചോയ്സസ് മറ്റൊരാളുടെ ജീവിത യാത്രകൾക്ക് പുതു ആശയങ്ങൾ നൽകാം. ഇതൊന്നുമില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ആ കിളിവാതിലിലൂടെ ഒരു എത്തി നോട്ടം. താങ്ക് യു സോ മച്ച് ആനക്കാര്യം ചേനക്കാര്യം പോഡ്കാസ്റ്റിലേക്ക് വരാനായിട്ട് സമയം മാറ്റി വെച്ചതിന്. ടിനുവിനെ പറ്റി ഞാൻ ആദ്യം കേട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ 90s ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ട് ഓഫ് മാഗസീനാണ് ഫെമിന. ആൻഡ് ഫെമിന മിസ് ഇന്ത്യ കോntest അതിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങള് എപ്പോഴും പാർട്ടീസിനൊക്കെ പോകുമ്പോൾ വി ആർ ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ന്യൂ ഫേസസ് ഫോർ മിസ് ഇന്ത്യ കോntest. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടതായിരുന്നു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാന്റാസ്റ്റിക് ബോൺ സ്ട്രക്ചർ ഉള്ള ഹൈറ്റ് ഉള്ള ഒരു പെൺകുട്ടിയുണ്ട്, അപ്പം നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് വന്നപ്പോ പക്ഷെ ടിനുവിന് അതിന്റെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ എന്തായാലും ഫൈനലി ഒരു മോഡലിംഗ് ഒക്കെ ആയി. അപ്പം ടിനു ഇപ്പം ഒരു സൂപ്പർ മോഡലാണ്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ആർട്ടിസ്റ്റായി, പിന്നെ ഇപ്പൊ ഒരു ഫാമറും ആണ്. അപ്പം ടിനുവിന്റെ ഈ എക്സൈറ്റിംഗ് ജേർണി ഒന്ന് പറയാമോ, എങ്ങനെ ഒരു സൂപ്പർ മോഡൽ ആയത്? Thank you so much for having me on your show, Tanu. It's a pleasure to be here. ഇത് കേട്ടപ്പോ ഫെമിന എന്ന് കേട്ടപ്പോ ഒത്തിരി വർഷം പഴയ ഒരു കാര്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ച ബാംഗ്ലൂരില്. ബിക്കോസ് ഐ വാസ് സോ ടോൾ, ഡാർക്ക് ആൻഡ് ലാങ്കി, ഇറ്റ് വാസ് ഓൾവേസ് എ ഫൺ പാർട്ട് ദാറ്റ് പീപ്പിൾ വുഡ് സേ, ഇത്രയും മെലിഞ്ഞതായതുകൊണ്ട് മോഡലാകാനായിട്ട് ഒരു കുഴപ്പവും ഇല്ല, അങ്ങ് മോഡലാകാം നമുക്ക്. അന്നേരം സോ ഇറ്റ് വാസ് ഓൾറെഡി ഇൻ മൈ ഹെഡ്. There is an option if you look dark and lanky and things, there is an option of at least modeling, because the chances of getting married is becoming slimmer and slimmer. So at least you will become a model. And then I met Prasad just after coming out of school. I had met Prasad, and Prasad also thought that I was too dark. And I said, okay, we will have to wait with our modeling plans. Adhigam ippo cheyan pattathilla karanam too dark. Adippa kekama I laugh, too dark. What is too dark? Anyway, I used to go and serve coffee at conferences because, in those days it was hard to find shows because I'm too dark. അതപ്പോ കൊറേ കേട്ട് കാണുമല്ലേ ടു ഡാർക്ക് എന്നത്? Too dark, permanently too dark. You go anywhere, anything, they want to first lighten you, take a shot of you to see if you can even, they can do something to make you not too dark. So it kind of like, ഈ ഒത്തിരി കറുത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ് പോകുന്ന പോലെ അവര് പറയും, ഒത്തിരി കറുപ്പ എന്താ ചെയ്യുന്നത്. ബട്ട് ദാറ്റ് നെവർ റിയലി അഫക്റ്റഡ് മീ ബിക്കോസ് ഞാൻ ഒത്തിരി കൊച്ചിലെ ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. സ്പോർട്സ് എന്ന് പറയുമ്പം തനു, there is a will to survive or to strive. That is the kind of spirit I have been brought up with. എന്റെ അമ്മ ബാഡ്മിന്റൺ പ്ലെയറാ. So she has a die-hard spirit, and she raised 4 girls by herself in a traditional Orthodox Syrian Christian family. So എല്ലാരും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ടു ഡാക്കാ, ഞാൻ ഇതാ അതാ, ഇറ്റ് നെവർ റിയലി ഡാംപൻഡ് മൈ സ്പിരിറ്റ്. കാര്യം എന്ന് പറഞ്ഞാല് ആരും എന്ത് എപ്പോ വേണേലും പറയാം, പക്ഷെ വെദർ യു വോണ്ട് ടു ഫോർജ് ഹെഡ് ഈസ് യുവർ പെർഗേറ്റീവ്. അന്നേരം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയതുകൊണ്ട് ആർക്ക് എത്രയൊക്കെ നോ പറഞ്ഞാലും ഞാൻ അടുത്ത ഡോറിലോട്ട് പോയി കൊട്ടും. ആ കൊട്ടുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. എത്ര ഇമ്പോസിബിലിറ്റി ആണേലും ഐ ഓൾവേസ് ഫൗണ്ട് എ ചാനൽ ടു മേക്ക് എ പോസിബിലിറ്റി ഹാപ്പൻ. അങ്ങനെ ആയപ്പം ഞാൻ കുറെ കോഫിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. കാരണം റെന്റ് കൊടുക്കാനായിട്ട് അന്നത്തെ കാലത്ത് 2000 രൂപയായിരുന്നു ഞാൻ തന്നെ നിന്ന വീട്ടിലെ റെന്റ് കൊടുക്കാനായിട്ട്. കുറെ കോഫി സെർവ് ചെയ്താലേ നമുക്ക് റെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പം പിന്നെ ഭക്ഷണത്തിന് പൈസ കാണത്തില്ല. ചിലപ്പോൾ 3 ദിവസമൊക്കെ ഭക്ഷണം കാണത്തില്ല. പഴങ്കഞ്ഞിയും ചോറും ഒക്കെ ആയിരിക്കും തിന്നുന്നത്. അതൊന്നും പ്രോബ്ലം അല്ല, നമുക്ക് സക്സീഡ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എന്റെ ചേച്ചിയെ കാണാനായിട്ട് മലേഷ്യയിൽ പോയി. അവിടെ കുറെ ഞാൻ ഒത്തിരി ഷോസ് ചെയ്തു, പക്ഷെ ബേ മിനിമം പേയ്മെന്റ്. അത് കഴിഞ്ഞ് ഐ ഹാഡ് എ ചാൻസ് ടു ഗോ ടു യൂറോപ്പ്. സഡൻലി ടു ഡാർക്ക് വാസ് ടു ഗുഡ്. ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ആയിപ്പോയി. അന്നേരം അവിടെ ചെല്ലുമ്പോ എല്ലാവർക്കും എന്തൊരു ഭംഗി, എന്തൊരു കറുത്ത നിറം, ഈ കൊച്ചിനെ കൊള്ളാവല്ലോ. Suddenly I started picking up shows.
So I knew I was in the right spot. So I explored that market for almost 2 years. And അതിന്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു, മോനെ നിന്റെ ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് മാനേജ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് എങ്കിലും നമുക്ക് വേണം. അല്ലെ രണ്ടുപേര് ചോദിക്കുമ്പോൾ നമ്മൾ എന്തുവാ പറയുന്നത്, മോൾക്ക് പഠിത്തം ഇല്ലെന്നോ? അയ്യോ, നിന്നെ ആരും കേട്ടത്തില്ല കൂട്ടാ, നീ വന്ന് നിന്റെ ബിസിനസ് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്ത് നമുക്ക് വെക്കാം. So I came back 2001 August. And suddenly the scene had changed. I had all these Christian Lacroix, Christian Dior, Escada, you name it. Every one of those European shows I had done by then. So with that kind of a tag, when I came back, Namal was no more too dark. We are already succeeded. It was a step that was required to change the perception of what is to be dark and what is to be desired on the ramp. So I've always been that kind of a person where you make changes, small changes, never get deviated. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും സക്സീഡ് ചെയ്യത്തില്ല. You have to know what you want and you go for it. That is the single most motto in my life because I'm a sports person. എത്ര എന്തൊക്കെ ഫെയിൽ ചെയ്താലും you practice the next day, you run. I was a runner, I was a discus thrower, I was everything. Anything but to study, I played. So everything that was available, I was that, you know. So that journey, Tanu, has strengthened my spirit, the way I look at life. Ellam, it changes, you know, because you know opportunity comes when you go looking for it. And when it comes to you, you have to recognize it. So I moved to Delhi and I started doing all the major Indian shows. There was no more a question about too dark because I had broken that market for that segment. And then I came to Bombay. Again, I was doing all the major shows. You come to a point, how do you change a system? Because when you are in a system, when you get ahead is when you can change the system. So I went and pierced my lip. I said, how far can I push it? They said, you know, Indian models, pierce lips and all, very bad. Nobody will give you a show. No problem. I went, I did it. I had my own, I'm an individual as a model. You cannot replicate me. You look at me, you know there is only one Tinu. ആരും ഇതുപോലെ നടക്കത്തില്ല, ഇതുപോലെ നിൽക്കത്തില്ല, ഇതുപോലെ ഡ്രസ് ചെയ്യത്തില്ല, ഇങ്ങനത്തെ ഒരു രൂപം വേറെ ആരുമില്ല. You will never mistake me. Our individuality was very important to me. So the journey was about placing my individuality and never being ashamed of who I was. That is the journey. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതുപോലെ തിങ്ക് ചെയ്യണം. അതുകൊണ്ടാണ് തോന്നുന്നു, you know, there's a resilience within you, അല്ലേ? Absolutely. Yes, it's the resilience. അതെ. അപ്പം സൂപ്പർ മോഡൽ ആയിട്ട് എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? എന്തുവായിരുന്നു? ഓഫ് കോഴ്സ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് കോഴ്സ് ഈ കളറിനെ പറ്റി, നിറം, അയ്യോ നമുക്ക് എസ്പെഷ്യലി ഇന്ത്യൻസിന് ഭയങ്കര ഇതാ. പക്ഷെ വെളി വരുമ്പം അവർക്ക് വലിയ ഇഷ്ടമായി. അവര് ഈ വെള്ളക്കാരൊക്കെ പോയി എന്താ പറയുക, വെയിലത്തിരുന്ന് ടാൻ ചെയ്ത് നോക്കുന്നുണ്ട് ആ നിറം കിട്ടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അപ്പം അതിന്റെ ഒരു നിറം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കുറെ കേൾക്കുമ്പം ദർ ഇസ് ഓൾസോ ഒരു ഇൻഇക്വാലിറ്റി അല്ല, ഒരു സോഷ്യൽ റൈറ്റ്സ്, അതിന്റെ വിമൻസ് റൈറ്റ്സ്, പിന്നെ ഒരു വിമൻ ഹൗ ദേ ആർ ട്രീറ്റഡ് ആസ് കമ്മോഡിറ്റീസ്. അപ്പൊ അതുപോലത്തെ ഒരു ഇഷ്യൂസ് വല്ലതും ഉണ്ടായിരുന്നോ ആസ് ഈ മോഡലിംഗ് ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം? ബിക്കോസ് നമ്മൾ ആക്ടിങ് ആയാലും മോഡലിംഗ് ആയാലും കേൾക്കും കാസ്റ്റിംഗ് കൗച്ച് അത് ഇത്. അപ്പം അതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? അങ്ങനത്തെ ഇഷ്യൂസ് ആണെങ്കിൽ ഇപ്പോഴും ഉണ്ടോ? ഡു യു നോ? ഇപ്പം you're not in the modeling field, പക്ഷെ ഫ്രണ്ട്സ് കാണുമല്ലോ ഇപ്പോഴും ആ സെക്ടറിൽ. അപ്പം അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? I think women's subjugation happens across the board. നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും because of the way we are set in society, we are always second to somebody. നമുക്ക് ആ ഒരു ഫീലിംഗ് അല്ല, it's ground reality. So there will always be somebody who wants to abuse the situation, somebody in power. The power structures are always who it is. Who's the photographer? Who's the director? Who is the casting agent? Who is the talent management? There is always this expectation. Enike favor cheyidala, maybe you will get it. Angante, that thing never really happened to me because of my persona. I've never given the leeway of thinking that maybe if I'm willing to, how do you say, come to terms with, I'm not willing to negotiate
Even whether it is money, whether it's a job, I don't negotiate. I have a rate for doing a shoot. I have a rate for doing a show. And it is only on those terms. Modeling and the rate guaranteed to me as a model. Adi koodudalo koravo, I don't settle. ടിനുവിന് ഒരു സെൽഫ് വർത്ത് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. Yes, I don't negotiate on that value. So when you don't give opportunity for somebody to think that they can negotiate with you, then there's negotiation based on body or the willingness to settle somewhere, you know, future, present, I don't know. But those, they did not exist. My choreographers, my bookers all know Tinu does not negotiate. And I have never ventured into movies simply because I don't think ഈ മൂവിയിലൊന്നും പോകാനായിട്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല. ബിക്കോസ് ആ ഡാൻസും പാട്ടും കൂത്തും ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. കാരണം there is a personal space that I require. As a model, you have a personal space, which I ask for it and I get it. In movies, it's a much bigger industry or field where patriarchy has already set foot and it's like staunchly holding on to it with all their might. So the women who come in have to negotiate. ആ നെഗോസിയേഷൻ ഒന്നും എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഐ ഹാവ് നെവർ ഈവൻ വെഞ്ചർഡ്. ബട്ട് ഞാൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന ഐ ഡിഡ് കഷേർ ദേശ്. ഇറ്റ്സ് എ ബംഗാളി cult indie movie directed by Kaushik Mukherjee, calls himself Q. The casting was called for. One day they called me and said, Tinu, would you like to go for this casting for this really cool movie? It's going to be released in Rome or in Venice or wherever. Would you like to go? ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ മരത്തിന്റെ ഇടയിൽ കൂടെ ഓടി നടന്ന് ഇങ്ങനത്തെ ഉള്ള ഓട്ടം ചാട്ടം ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പോയില്ല. മാസങ്ങൾ കഴിഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു, പ്ലീസ് ടീനു, ഞങ്ങൾ എല്ലാ മോഡൽസിനെയും കാസ്റ്റ് ചെയ്തു, ഇവരാരും ഫിറ്റ് ആകത്തില്ല, ടീനുവിനെ കണ്ടാൽ മാത്രമേ ഡയറക്ടറിന് ഇനി ബോധമുള്ളൂ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വന്ന് കാണാം. പുള്ളിയെ കണ്ടപ്പോ പുള്ളി ആദ്യം പറഞ്ഞു, ഒരു പെർഫെക്റ്റ് ഏലിയൻ ലുക്ക് ആണല്ലോ, താൻ മതി. ഞാൻ പറഞ്ഞു, അതാണോ ബ്രീഫ്? ഒരു ഏലിയനെ പോലെ നിൽക്കുന്നതാണോ തന്റെ ബ്രീഫ്? എന്നാ ഞാൻ ഫിറ്റിങ്ങാ, എന്നെ പോലെ ഒരാളെ എനിക്ക് കിട്ടത്തില്ല. സോ ഹീസ് എ വെരി കൂൾ ഗായ്. You know, it's very much the indie movies I've never really ventured. You know, you think about movies, you think only of Bollywood. And this is an independent cinema by a crazy director. So I did do a movie which was very, very nice for me because it was like, you know, എല്ലാരും മോഡലിങ്ങിന് പോയി, എല്ലാരും മൂവി ചെയ്തു, ടിനു മാത്രം ഒരു മൂവി ചെയ്തില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നമ്മളും ഒരു മൂവി ചെയ്തു. And it was released in the Rome Film Festival. It was fantastic. At least, you know, I'm very happy. അമ്മയോട് പറയാലോ, ഞാനോ ഒരു മൂവി ചെയ്തേ. So I have never gone through the problems that most women go through, many women go through in terms of finding what they want to do, but by settling through negotiations which they are not happy with later. I think you want something so bad, you're willing to negotiate. And that's not me. I don't negotiate. അതെ. അപ്പൊ ഐ തിങ്ക് അത് ഞാനിപ്പോ സെയിൽസ് മാർക്കറ്റിംഗിൽ ജോലി ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ, അത് നമുക്ക് ഷോക്കേസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയാം. നമ്മളിപ്പോ അവിടെ ചെന്ന് എന്റെ ഒരു കാര്യത്തിന് 10 രൂപ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാം എനിക്ക് വേണ്ട, എന്നാ സാധനം 2 രൂപയ്ക്ക് എടുത്തോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉടനെ അറിയാം അതിനൊരു വിലയില്ലെന്ന്. അപ്പൊ നമ്മളുടെ ഒരു വേർത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം. പക്ഷെ അതെനിക്ക് തോന്നുന്നു ചിലപ്പം ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ഇപ്പം ടിനുവിനാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അമ്മ, ഫാമിലി എല്ലാരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ടു മേക്ക് യു എ കോൺഫിഡന്റ് പേഴ്സൺ. അതുപോലെ നമുക്ക് ചിലപ്പം പല ഫാമിലീസിലും അങ്ങനെ അല്ലായിരിക്കും. ഇപ്പം എല്ലാരും പറയും, അയ്യോ കറുത്ത പെൺകുട്ടി ആയിപ്പോയല്ലോ, ഇനി അവളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും, അങ്ങനെയൊക്കെ കുറെ വേറെ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറെ ഇതുണ്ട്. ബട്ട് ലക്കിലി ഇതൊരു കാര്യം നമുക്ക് പേഴ്സണൽ ആയിട്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞാലും പേഴ്സണൽ ആയിട്ട് നമുക്ക് തന്നെ സ്വന്തം നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ, ആൻഡ് ഇഫ് യു ക്യാൻ ബിൽഡ് ദാറ്റ് സെൽഫ് കോൺഫിഡൻസ് ഇൻ യു ആൻഡ് നോ യുവർ സെൽഫ് വർത്ത്, യു ക്യാൻ സർവൈവ് എനിവെയർ, അല്ലെ? Absolutely. You said it point on. അത് കഴിഞ്ഞിട്ട് ടിനു അപ്പം ഈ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെർഫോമിംഗ് ആർട്ട് എടുത്തു. ഈ സോഷ്യൽ ഇഷ്യൂസിനെ ഷോക്കേസ് ചെയ്യാനായിട്ടും ടു ക്രിയേറ്റ് അവയർനെസ് അറൌണ്ട് ഇറ്റ്. അപ്പം ഈ പെർഫോമിംഗ് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആൻഡ് എന്തോ ഇഷ്യൂസ് ആയിരുന്നു ടിനു അത് ഉപയോഗിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ നോക്കിയത്?
ഞാൻ പെർഫോമിംഗ് ആർട്സിനെ അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ പെർഫോമൻസ് ആർട്ട്. ഇറ്റ് ഗോസ് അണ്ടർ വിഷ്വൽ മീഡിയ. അന്നേരം നമ്മൾ യു യൂസ് യുവർ ബോഡി മോസ്റ്റ്ലി ആസ് എ ഫീമെയിൽ എസ്പെഷ്യലി ടു ടോക്ക് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ്. നമ്മളെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമ്പം they just see your body. They make up their mind about who you are just simply by looking at you. They know, they want to imagine who you are, what you do, where do you come from. ഇതെല്ലാം is a single package of our body. Now when we use our body, നമ്മൾ ഈ ബോഡി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ you can talk about multiple issues, but through an understanding of how do you perform. For most of my performance, sometimes it's not really a performance unless there is a viewer participation. Intersubjective ആയിട്ടുള്ള performance ഞാൻ ചിലപ്പോൾ ചെയ്യുന്നേ. Why do I do that? Because I feel that my body is a powerful tool. It speaks so much more than what I'm willing to say. I don't need to speak as much simply by projecting my body. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നേ, like you said, I'm a farmer. I grow about a ton of rice every year. ഈ റൈസും കൊണ്ട് ഞാൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കി അതിന്റെ ദേഹത്ത് മുഴുവനും ഞാൻ തേക്കും. പണ്ട് നമ്മള് ഈ ഗം ഒന്നും ഇല്ലാന്ന സമയത്ത് അമ്മ വെന്ത ചോറാ തരുന്നേ എൻവലപ്പൊക്കെ ഒട്ടിക്കാനായിട്ട്, ഓർക്കുന്നുണ്ടോ? അതുപോലെ ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കി എന്റെ ദേഹത്ത് മുഴുവനും ഞാൻ ആക്കും. പിന്നെ ഞാൻ മില്ല് ചെയ്ത റൈസ് മുഴുവനും എന്റെ ദേഹത്ത് അങ്ങ് ഒട്ടിക്കും. അന്നേരം കാണുമ്പോൾ ഒരു ഉടുപ്പിന്റെ ലുക്കാ, കാരണം വെള്ളച്ചോറും കറുത്ത ദേഹവും അതിങ്ങനെ പറ്റിയിരിക്കും. എന്നിട്ട് ഞാൻ വ്യൂവേഴ്സിനോട് പറയും, നിങ്ങൾ വന്ന് ഇത് എല്ലാം പറിച്ചു കളാ, കാരണം ടേക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലെയർ ഓഫ് മൈ സ്കിൻ യു നീഡ് ടു ടേക്ക് ഔട്ട്. അവരത് ഓരോന്നായിട്ട് പീൽ ചെയ്ത് വരുമ്പോൾ ഞാൻ എന്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിനകത്ത് മുഴുവനും അവര് പീൽ ചെയ്ത സ്കിൻ ഞാൻ ഇങ്ങനെ വെച്ചേക്കും. When they peel my skin, a layer of my skin comes, the dry skin, the small hairs, the dirt, the sweat, everything is there on that single layer of rice. അത് കഴിഞ്ഞിട്ട് ചൂടായ എണ്ണയ്ക്കകത്ത് അത് ഞാൻ വറുത്ത് അത് തിരിച്ചവർക്ക് കൊടുക്കും അത് കഴിക്കാനായിട്ട്. ആ ഒരു മൂമെന്റില് അവരത് കഴിച്ചേ പറ്റൂ, കാരണം ഞാൻ അവരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അവർക്ക് തിന്നാൻ കൊടുത്തു, അവര് ഇഷ്ടമാണോ ഇഷ്ടമില്ലെങ്കിലും അവരതെടുത്ത് കഴിക്കും. It's a metaphoric cannibalism. You're put in a situation, you have touched my body, you have peeled that skin off me, now you need to eat it. I have implicated you in a metaphoric cannibalism. നമ്മളിത് വീട്ടിൽ പോയി നമ്മളിത് ആലോചിക്കുമ്പോൾ നമുക്കറിയത്തുള്ളൂ നമ്മുടെ ഇംപ്ലിക്കേഷൻ എന്തുവാന്ന്. കാരണം sometimes you're put in a situation you don't even know why you are in it, but you're implicated by the situation. You don't have a choice there. Here I have a choice of being the strong one. You as a viewer are implicated by me. Finally, I have a choice to tell you that what you do to my body is cannibalism. You're consuming me. You have objectified and you have consumed me. That is important to me. Performance ആർട്ടിനെ ഇത്രയും വലിയൊരു ഇമ്പാക്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പെയിന്റിങ് അങ്ങനത്തെ ഒന്നും സോഷ്യൽ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് ഡീൽ ചെയ്യാൻ, ഇറ്റ്സ് നോട്ട് ഈസി ടു ടോക്ക് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് ത്രൂ പെയിന്റിങ്സ്. ഫോർ മീ ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് മീഡിയം. ഫോർ മീ ഐ യൂസ്, നമ്മള് ഈ ഫാമിൽ ഉണ്ടാക്കുന്ന ചോറ്, അരി, അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇറ്റ്സ് മൈ ഓൺ തിങ്സ് ദാറ്റ് ഐ ഗ്രോ ആൻഡ് ഇറ്റ്സ് മൈ ഓൺ ബോഡി. ആൻഡ് മോസ്റ്റ്ലി വാട്ട് ഐ ഡു വിത്ത് എ വ്യൂവർ is great, but sometimes I do things just for myself. Video മാത്രമായിട്ടും ചെയ്യും. ഒരു വീഡിയോ ഞാൻ ചെയ്തത്, I put myself in a really small, ഒരു ചെറിയ ഒരു ബോക്സിനകത്ത്, ഇങ്ങനെ നമ്മൾ ഫീറ്റൽ പൊസിഷൻ എന്ന് പറയുമ്പം ആ പൊസിഷനിൽ ഞാൻ ബോക്സിനകത്ത് കിടന്ന് I ate out of the box. പറയുവാണെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ്, നോർമൽ ബ്രൗൺ സ്ക്വയർ ബോക്സ്, അതിനകത്തിരുന്ന് എന്റെ തുപ്പല് മാത്രം ഉപയോഗിച്ച് അത് സോഫ്റ്റൻ ചെയ്ത് I ate through the box. It became in such a way that it was looking like the cervix of a woman. And I would push my head out through that little hole and I would come out. It took me only 5 hours to do that. By the end of it, I was frothing in my mouth. I was, നമ്മൾ ഒത്തിരി നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ കടന്ന് ഒന്നും ചെയ്യുമ്പം you visually hallucinate, because it's also impactful to yourself, because you're pushing yourself through boundaries you have never learned before. ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഒരു ബോക്സിനകത്ത് ഇങ്ങനെ സഫോക്കേറ്റഡ് ആയിട്ട് കിടന്ന് പല്ലും നാക്കും മാത്രം ഉപയോഗിച്ച് ആ ബോക്സ് ചൊരന്ന് ഒരു എലിയെ പോലെ ചൊരന്ന് എടുത്ത് അതിനകത്തോണ്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ ബോഡി. I didn't know I could do it. I didn't know what this would feel like. I had a concept, that's it, eating out of a box. Because as women, we are fit into boxes all the time. We need to fit into that box.
And I have never fit into a box, Tanu, because I have always been beating my own drum and following my own rhythm. I have never fit into any box in my life. So to come out of that box is a new birth for me. So you see, performance art is not just about somebody else grasping what I'm trying to say. It's my own way of coming out and saying, I can do this. There are no boundaries that can hold me in. I am a woman and I'm strong and I'm going to go for everything that I want. That is the strength of performance art to me. To break systematic way of having fixed me as a woman. I want to break them all. ഓ മൈ ഗോഡ്, എനിക്ക് ഗൂസ് ബംസ് ഉണ്ട് അത് കേട്ടിട്ട്. ആൻഡ് അതെന്ത് പവർഫുൾ ആയിരുന്നു. അതെ, നമ്മളിപ്പം ഒരാളോട് പറയുന്നതിനെക്കാട്ടും നല്ലത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു വെയിറ്റ് ഓഫ് ദാറ്റ് ഹിറ്റ്സ് യു അല്ലേ? That's right. എസ്പെഷ്യലി അപ്പൊ വെൻ യു സെഡ് ഞാൻ ആ സ്കിൻ റൈസ് ലെയർ അത് ഫ്രൈ ചെയ്ത് തിന്നാൻ കൊടുത്തു, ഞാൻ പറഞ്ഞു അയ്യോ എന്റെ ദൈവമേ. എന്നിട്ട് അവര് തിന്നു. ദാറ്റ് ഈസ് സോ ഗുഡ്. ഐ തിങ്ക് ദാറ്റ് ഈസ് റിയലി റിയലി ഗുഡ് വാട്ട് യു ആർ സേയിങ്. ബിക്കോസ് ഇപ്പം ഞാൻ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ആ ഫീൽഡ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ എവരിബഡി ഈസ് ബിക്കമിങ് അവെയർ അല്ലെ ഇൻ ദ ഡിഫറെന്റ് ആംഗിൾസ് ഓഫ് ഇക്വാലിറ്റി. അതാണ് നമുക്ക് വേണ്ടിയത്. അത് ഇപ്പം ഇറ്റ് സൂട്ട്സ് പീപ്പിൾ. പേട്രിയാർക്കൽ സിസ്റ്റം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് സൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഒരു നല്ല സൊസൈറ്റി വേണമെങ്കിൽ നമുക്ക് ഇക്വാലിറ്റി വേണം, എന്നാലേ നമ്മൾ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ദാറ്റ്സ് റിയലി അമേസിങ് എന്താ ടിനു ട്രൈ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. അത് ആ പെർഫോമൻസ് ആർട്ട് ഇപ്പോഴും ഒരു പാർട്ട് ഓഫ് യുവർ ലൈഫാണ്. ഹോപ്പ്ഫുള്ളി വി കൻ മേക്ക് ഇറ്റ്. ഇത് കേൾക്കുന്ന ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരും അവർക്ക് എവിടെ പോയി കണ്ടുപിടിക്കാൻ ടിനു ചെയ്ത് ഈ അവർക്ക് ആ വീഡിയോസോ വല്ലതും ഉണ്ടോ അവർക്ക് പോയി കാണാനായിട്ട്? ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അല്ല. ഇറ്റ്സ് ഗോസ് ഫോർ മെയിൻലി എക്സിബിഷൻസ് ആൻഡ് ഗാലറീസ്. സോ നമ്മൾ ഒന്നില് ഞാൻ ചെയ്യുമ്പോൾ അത് കാണാൻ വരണം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം. സോ ഐ വിൽ സെൻഡ് യു ക്ലിപ്സ്. ഓക്കെ, അപ്പൊ ഹോപ്പ്ഫുള്ളി യു വിൽ ഹാവ് മോർ പ്ലേസസ് അത് ചെയ്യാനായിട്ട്. എന്താ പറയുക, കൊച്ചി പിന്നാലെയോ അങ്ങനെയൊക്കെ അതുപോലത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ചെയ്യാനായിട്ട്, ആൾക്കാർക്ക് കാണാനായിട്ട്. ടിനു ഇപ്പൊ ഹംഗറി പോകുന്നുണ്ട് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒരു പെർഫോമൻസ് ആർട്ട് ക്യാമ്പാണ് അല്ലെ? അതിൽ അവിടെ പ്രിഡോമിനന്റ്ലി വിമൻ ആണെന്ന് തോന്നുന്നു ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? അവിടെ എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്? It's called the fear and the unknown. So how do you tackle? നമ്മള് എപ്പോഴും എസ്പെഷ്യലി ഈ സമയത്ത്, കൊറോണ പാൻഡമിക്കിന്റെ സമയത്ത് നമ്മൾ വീട്ടിൽ സ്റ്റക്കായി, നമുക്ക് ആർട്ടിസ്റ്റിക് ആയിട്ട് നമുക്ക് പ്രോഗ്രസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു റെസിഡൻസി ഇല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസും ഇല്ല. So as a performance artist, it's a lot harder because, you need to develop a concept, you need to find a way. But when you are stuck in a house, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു സ്പേസ് കിട്ടാത്തപ്പം നമ്മൾ you feel stuck. You feel like, there is no escape. So performance art, it's 8 women and it's organized by a performance artist herself. So it's fully exploring all the unsaid things, the unknown things, and how do we come to face it, and how do we move forward with our art? So it's a great opportunity. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇവിടം വരെ വന്ന് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഞാനിപ്പം ബെർലിൻ ആയതുകൊണ്ട് this opportunity is God sent. You're okay driving from Berlin to Hungary? I have never driven in Europe before. Oh. ഇത് എന്റെ ഫസ്റ്റ് ടൈം ആണ്. കാരണം ഞാൻ ലൈസൻസ് കിട്ടിയത് 2 വർഷം മുമ്പ്. 2 വർഷം എന്റെ രണ്ടാമത്തെ മോള് ജനിച്ച് കഴിഞ്ഞതിന്റെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി എനിക്കൊരു ലൈസൻസ് കിട്ടിയത്. കാരണം ഒരു കൊച്ചുള്ളപ്പം നമുക്ക് ഒരു കൊച്ചിനെ സ്കൂട്ടറിലാണെങ്കിലും കെട്ടിയിട്ടോണ്ട് നമുക്ക് എവിടെ വേണേലും പോകാം. 2 പിള്ളേരുള്ളപ്പം നമുക്ക് സ്കൂട്ടറിൽ എവിടെയും അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓർത്തേക്ക് ഒരു ലൈസൻസ് എടുക്കുന്നത് ബുദ്ധിയായിരിക്കും. അതെടുത്തു. ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഞാൻ ഓർഗനൈസ് ചെയ്താ വന്നേ. അതുകൊണ്ട് ഞാൻ തന്നെ കാർ റെന്റ് ചെയ്തു. ഞാൻ തന്നെ ഫസ്റ്റ് ടൈം ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. ആർക്കറിയാം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. ബട്ട് ഐ എം എക്സൈറ്റഡ്. അപ്പം ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ആണോ അല്ലെ യൂറോപ്യൻ ലൈസൻസ് ആണോ? അല്ല, എന്റെ ഇന്ത്യൻ ലൈസൻസ്. പക്ഷേ നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളപ്പം അത് 1 year വാലിഡിറ്റി ഉണ്ട്. അന്നേരം ഈ പ്രാവശ്യം ഞാൻ ഡ്രൈവ് ചെയ്ത് എല്ലാം കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് എന്റെ ലൈസൻസ് ഞാൻ ജർമ്മൻ ലൈസൻസ് ആക്കണം. അതിപ്പം ഞാനും ലണ്ടനിൽ വന്നപ്പോ ഇന്ത്യൻ ലൈസൻസിലാണ് വന്നത്. എന്നിട്ട് ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം UK ലൈസൻസ് എടുക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ തിയറി ടെസ്റ്റ് ഉണ്ട്. അതിനു മുമ്പേ യു ഹാവ് ടു ഹാവ് സോ മെനി അവേഴ്സ് ഓഫ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് ആ ടെസ്റ്റ് വേണം. അപ്പൊ ആദ്യം കയറിയപ്പോ ഇൻസ്ട്രക്ടർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വന്നതല്ലേ, പഠിച്ചൊക്കെ മറക്കാൻ പറഞ്ഞു.
Superb. That's a good start. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ റൗണ്ട് അബൌട്ടിൽ വരുമ്പോ എങ്ങനെയാ ആർക്കായത്, അപ്പൊ ഞാൻ പറഞ്ഞു ഈ സൈഡിലെ ആൾക്കാർ റൈറ്റ് ഓഫ് വേ. അപ്പൊ പറഞ്ഞു റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല, ഇറ്റ്സ് ഓൺലി കോൾ പ്രയോറിറ്റി. അതാദ്യം. ശരിയാ. സോ അങ്ങനെ ബട്ട് ഇന്ത്യ വണ്ടി ഓടിച്ചെങ്കിൽ പിന്നെ യു കൻ ഡ്രൈവ് എനിവേർ ഇൻ ദ വേൾഡ്. ഈ ട്രാഫിക് റൂൾസും സയൻസും എല്ലാം നമ്മൾ ഇച്ചിരി ഞാൻ ടച്ചപ്പ് ചെയ്തു, ഞാൻ കുറെ പഠിച്ചു, അത് നോക്കി. ഈ ബ്ലൂ ഇതാണെങ്കിൽ എന്തുവാ, 2 ലൈൻ ആണെങ്കിലും എന്തുവാ, യെല്ലോ ആണെങ്കിലും എന്തുവാ, അതൊക്കെ നമുക്ക് കോമൺ സെൻസ്. എനിക്ക് അങ്ങനെ പേടിയില്ല എനിക്ക്, കാരണം നമ്മൾ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇന്ത്യയിലല്ലേ ഡ്രൈവ് ചെയ്ത്, നമ്മൾ എന്തുമാത്രം കണ്ടേക്കുന്നു, ഇനി ഇതാണോ പേടിക്കാനുള്ളത്? ഓ എനിക്ക് പേടിയില്ല. അതെ. ആൻഡ് ഞാൻ ആദ്യം ലൈസൻസ് ഇന്ത്യയിൽ ലൈസൻസ് എടുത്തപ്പം ആ ഇൻസ്ട്രക്ടർ പറഞ്ഞ എന്തുവെന്ന് പറഞ്ഞാൽ, കാർ ഉണ്ടാക്കിയ ആൾക്ക് ആരെയും പഠിപ്പിച്ചില്ലല്ലോ കാർ എങ്ങനെയാ ഓടിക്കുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലായാൽ മതി, അതാണ് ആക്സിലേറ്റർ, ഇതാണ് ബ്രേക്ക്. അപ്പം എന്തോ പറ്റിയാലും ഏതെങ്കിലും ഒരെണ്ണം ചവിട്ടിയാൽ മതി, പക്ഷെ കറക്റ്റ് വൺ കറക്റ്റ് സമയത്ത്. അതാ എല്ലാരും പറയുന്നത്, ഇന്ത്യൻ ഡ്രൈവിംഗ് പഠിച്ചോ, നമ്മൾ മറന്നിട്ട് നമ്മൾ പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ബട്ട് it gives you the confidence. You can drive anywhere in the world if you can drive in India. Absolutely. But I might beg to differ because ഞങ്ങള് സിസിലിയിൽ പോയിട്ട് we were driving there and they are even more crazier than Indians. Italians, yes. We are the same blood group, you know. I know. We have that madness in the head. Yes, Italians and Indians, yeah. So that was good fun. ഇത് കഴിഞ്ഞിട്ട് ഫാമിംഗ് എങ്ങനെയായി, അതെങ്ങനെയാ വന്നത്? സോ ഐ വാണ്ടഡ് ടു ബൈ എ ഹൗസ്. മോഡലിംഗ് ചെയ്യുമ്പോഴേ നമുക്ക് അത്രയും പൈസ ഇങ്ങനെ കിട്ടത്തുള്ളൂ, കാരണം ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം യു കം ഇൻ ടു സോ മച്ച് ഓഫ് മണി ഇൻ യുവർ 20s, early 20s. അന്നേരം when I was 27 ഞാൻ പറഞ്ഞു, അയ്യോ അധികം കാലം ഒന്നും മോഡലിംഗ് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ്സ് ടൈം ടു ഇൻവെസ്റ്റ്. ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബൈ ഇൻ കേരള ബിക്കോസ് ഞാൻ വളർന്ന സമയത്ത് ഇറ്റ് വാസ് എൻ എക്സ്ട്രീംലി മിസോജിനസ് പ്ലേസ്. അപ്പൊ കേരളത്തിലെ എവിടെയായിരുന്നു? Where were you from? ഞാൻ കോട്ടയത്താ പഠിച്ചേ, മൗണ്ട് കാർമൽ സ്കൂളില്. ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. ഞങ്ങൾ 4 പെൺപിള്ളേരായിരുന്നു. എന്റെ അമ്മ എന്നെ എന്റെ തൊട്ട് മുമ്പുള്ള ചേച്ചി എപ്പോഴും പാന്റിലാ, വി ഓൾവേസ് വോ പാന്റ്സ്. കാരണം നമ്മൾ ഉടുപ്പിട്ടാ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഒത്തിരി പേര് വരും, ബസ്സിലൊക്കെ കേറുമ്പോ പിച്ചുക, തോണ്ടുക. അതുകൊണ്ട് അമ്മ എപ്പോഴും ഞങ്ങളുടെ മുടി വെട്ടി ഞങ്ങളുടെ പാൻസ് ഇട്ടോണം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം എപ്പോഴും ആൾക്കാർ ചോദിക്കും, ആണാണോ പെണ്ണാണോ? അന്ന് എനിക്ക് അതിന്റെ മീനിങ് മനസ്സിലായിട്ടില്ല. കാരണം 7 വയസ്സുള്ള കൊച്ചു ആണാണേലും പെണ്ണാണേലും നിനക്ക് എന്നാ, നീ ചോദിക്കുന്ന എന്തിനാ ഈ ക്ലാരിറ്റി നിനക്ക്? I didn't understand the impact of those questions, but I used to feel horrible being a girl there. So being dressed in a boy's clothes did give me that gait. ഞാൻ നടക്കുന്നു ഒരു ആണിനെ പോലെ നടക്കുന്നു. കാരണം if I don't wear jewelry, if I go to a women's toilet in an airport, I'm always called out. Shoo, not your toilet, that side. No, that is because I walk like that. It's okay for me. But as a small girl, it was horrible for me. I hated being outside. So I didn't want to buy in Kerala. അന്നേരം ബോംബെയിലായിരുന്നുകൊണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ബീച്ച് ആയിട്ട് നല്ല ലൊക്കേഷൻ ആയിട്ട് ഗോവ ഉണ്ടായിരുന്നുള്ളൂ. So I decided, okay, let's look for a property here. അങ്ങനെ ഒത്തിരി നാള് നോക്കിക്കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ കണ്ടത്, ഞാൻ താമസിക്കുന്ന ഇറ്റ്സ് ഫാർ അവേ ഫ്രം ദ ടൂറിസ്റ്റ് ബെൽറ്റ് വിച്ച് ഇസ് ദ നോർത്ത്. ഐ എം ക്ലോസർ ടുവേർഡ്സ് ദിസ് ഇസ് എ വില്ലേജ് സൈഡ്. അന്നേരം പിന്നെ ഈ വീട് വാങ്ങിച്ചപ്പം വീടിന്റെ കൂടെ തന്നെ അഡ്ജേസന്റ് ആയിട്ട് തന്നെ ദർ ഇസ് half an acre ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഞാൻ വന്നപ്പോഴും അവരവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഇങ്ങനെ ഒരു ലാൻഡ് ഉള്ളത് കൊണ്ട് somewhere in me there is a farmer, because ഞങ്ങളുടെ our ancestors, my mom's family, my dad's family, everyone was growing something or the other, having small fields of paddy. So somewhere epigenetics there is there in me to be a farmer. Grandmother from my dad's side who had a കണ്ടത്തിൽ അവർ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവിടെ മുഴുവനും കണ്ടത്തിൽ കൂടെ നമ്മൾ നടന്നു വേണം ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകാനായിട്ട്. So it's very familiar for me. എന്റെ അമ്മ is an avid gardener. Anything she plucks and plants, it grows. So somewhere deep inside, I am a farmer. I feel very much at peace being in nature and planting and growing. ഈ കണ്ടം കിട്ടിയപ്പം കണ്ടം വെറുതെ ഇടാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അന്നേരം അമ്മ കൂടെ ഉണ്ട് ആ സമയത്ത്. അന്നേരം അമ്മ പറഞ്ഞു, മോനെ നമ്മൾ എന്താക്കിയാലും നമുക്ക് ഈ കണ്ടം അങ്ങ് കൃഷി ചെയ്യണം. അന്നേരം കണ്ടം കൃഷി ചെയ്യാനായിട്ട് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരെ വിളിക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അറിയത്തില്ല. കാരണം ഗോവ അല്ലേ, നമുക്ക് ഫെമിലിയാരിറ്റി ഇല്ല, ലാംഗ്വേജ് അറിയത്തില്ല.
അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗോവ ബഗൈദാർ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്. അവിടെയാ ഈ നെല്ലൊക്കെ അവർ വിൽക്കുന്നത്. നമ്മൾ ആ കടയിൽ പോയി അവരോട് പറഞ്ഞു, നമുക്ക് ഈ 1/2 ഏക്കർ കണ്ടമുണ്ട്, നമുക്ക് നെല്ലിടണം. അയാൾ പറഞ്ഞു, എങ്ങനെ നിങ്ങൾ നെല്ലിടുന്നേ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ വെറുതെ വെതറിയിടാൻ പോവാ. ഒരാൾ പറഞ്ഞു, ശരി, ഒരു 50 കിലോയുടെ ചാക്ക് എടുത്തോണ്ട് പോയി നിങ്ങൾ വെറുതെ എറിയിട്, കിട്ടുന്നത് കിട്ടിയാൽ മതി. നിങ്ങൾ പറഞ്ഞു ശരി. ആ നെല്ലും ചാക്കുമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എന്റെ വരാന്തെ ചാക്ക് വെച്ചു. ആ ദിവസം ഇവിടുത്തെ അടുത്തുള്ള ഒരു അച്ഛൻ നമ്മളെ കാണാൻ വന്നു. അച്ഛൻ ചോദിച്ചു, ഇതെന്തോ ഇവിടെ നെല്ലിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ നെല്ല് വെതറിയിടാൻ പോകുക, അതാ എന്റെ പ്ലാൻ. അച്ഛൻ പറഞ്ഞു, വെതറിയിട്ടാലൊക്കെ മുഴിഞ്ഞു പോകും, ഞാൻ നട്ടുതരാം. കാരണം അവരൊക്കെ നെല്ല് ആദ്യമേ ഇട്ട് പിന്നെ അത് ഞാറ് പറിച്ച് നടുന്നവരാ. ഈ അച്ഛൻ അത് ഫാമിങ്. അച്ഛൻ അവിടെ പള്ളി ചെയ്യുന്നത് ഫാമിങ്. അച്ഛൻ പറഞ്ഞു, അത് ചെയ്തു തരാം. ഞാൻ പറഞ്ഞു, പെർഫെക്റ്റ്. അച്ഛൻ അന്നേരം ഈ ചാക്കും കൊണ്ട് അച്ഛൻ പൊക്കോ, എനിക്ക് ഇനി ഉപയോഗമില്ല, അച്ഛന്റെ ഞാറ് ഞങ്ങൾക്ക് വന്ന് നട്ടുക. അച്ഛൻ നട്ടാലും അച്ഛൻ കൊണ്ടുപോയി, അച്ഛൻ പകുതിയും മുക്കാലും കൊണ്ടുപോയിക്കോ, എനിക്ക് 1-2 ബാഗ് തന്നാ മതി. അച്ഛൻ പറഞ്ഞു, ഇല്ല, നമ്മൾ കോൺട്രാക്ട് ഫാമിംഗ് ആണെങ്കിലും നമുക്ക് പകുതി ഞാൻ കൃഷി ചെയ്യാം, പകുതി ഔട്ട്പുട്ട് നിന്റെ, പകുതി എന്റെ. ഞാൻ പറഞ്ഞു, എനിക്ക് പകുതി വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാൻ, 500 കിലോയൊക്കെ ആരാ തിന്നുന്നേ? അച്ഛൻ കൊണ്ടുപോയി അച്ഛന്റെ ഓർഫനേജ് കൊടുക്കുക. സോ വി സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് സ്ട്രേറ്റ് അവേ. ആ വർഷം 1000 കിലോയാ നമുക്ക് നെല്ല് കിട്ടിയേ. അന്നേരം 1000 കിലോ നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ 1/2 നിങ്ങൾ എടുത്തോ, 1/2 ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞു, അച്ഛൻ മുഴുവനും എടുത്തോ, എനിക്ക് വേണേ 2-3 ചാക്ക് തന്നാ മതി. കാരണം നമ്മൾ നെല്ല് പുഴുങ്ങി നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 100 കിലോ അരി കിട്ടിയാലും നമുക്ക് ഫുൾ ഇയർ നമുക്ക് സോർട്ടഡാ. കാരണം നമ്മൾ അത്രയ്ക്കൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല. അന്നേരം അച്ഛനും സന്തോഷം, എനിക്കും സന്തോഷം. അച്ഛൻ പറഞ്ഞു, നമുക്ക് കോൺട്രാക്ട് ഫാമിംഗ് ചെയ്യാം, ഞാൻ നിങ്ങളുടെ കണ്ടം ഇപ്പോഴും കൃഷി ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുക്കുക, ബാക്കി നമുക്ക് ഓർഫനേജ് കൊടുക്കാം. ഞാൻ പറഞ്ഞു, പെർഫെക്റ്റ്. എനിക്ക് എന്റെ കണ്ടവും കൃഷി കിട്ടി, നമ്മുടെ കണ്ടത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ അരി നമ്മൾ തിന്നുന്നു. ഗവൺമെന്റ് ഇനിയും പറയത്തില്ലല്ലോ നമ്മൾ കണ്ടം കൃഷി ചെയ്തില്ല, അവര് വന്ന് ഇവിടെ ബിൽഡിംഗ് പണിയുന്നോ, അവര് വന്ന് നമ്മുടെ ലാൻഡ് എടുത്തോണ്ട് പോകുന്നു, അതൊന്നും പ്രോബ്ലം ഇല്ല ഇനി, കാരണം നമ്മൾ കണ്ടം കൃഷി ചെയ്യുന്നുണ്ട്. So that was a great achievement for me, and I learned from the priest much, because how do you നമ്മൾ ആദ്യമേ എങ്ങനെയാ ഇടുന്നത്, ഏത് സമയത്ത് ഇടണം. കാരണം ഇതിനൊക്കെ സമയമുണ്ട്. നമുക്ക് തോന്നുന്ന പോലെ കണ്ട ഒരു ദിവസം എടുത്തൊന്നും നെല്ല് അങ്ങനെ ഇട്ട് നമുക്ക് ഞാറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ കൃത്യമായ ദിവസങ്ങളുണ്ട്. നമ്മൾ ഇന്ന ദിവസത്തെ മഴ എപ്പോഴാണ് വരുന്നത്, ആ ദിവസത്തിന് ഇത്ര 2 ആഴ്ചക്ക് മുൻപ് നമ്മൾ ഇതിടണം, 2 ആഴ്ച കഴിയുമ്പോൾ ഇതിന് ഇത്രയും പൊക്കം വരും, അന്നേരം നമ്മൾ പറിക്കണം. പിന്നത്തെ വലിയ മഴ വരുമ്പോൾ നമ്മുടെ കണ്ടത്തിനകത്ത് വെള്ളം പൊങ്ങും, പിന്നെ നമ്മൾ ഞാറ് നമ്മൾ പറിച്ചു നടും. അന്നേരം ഇതെല്ലാം was a learning experience for me, because even though I have seen krishi everywhere, but I have never been into it. Like I have never dirtied my feet in the soil to do these things. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം നമ്മുടെ തന്നെ ഇൻട്രസ്റ്റ് കൂടും. It's fulfilling, There is so much hard work that goes into cultivating that it humbles you. It humbles you as a person, because you always forget the toil of the farmer. When you toil is when you respect food. When you grow your own food, you respect the food that you eat, and you never waste and you never take too much, because you know how much you need, and that's all you want. There is no greed with food. There is no wastage of food. ഈ കണ്ടം കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇനി എന്തൊക്കെയാണേലും ഈ സമയത്ത് ഞങ്ങൾ സാധാരണ സ്വീറ്റ് പൊട്ടേറ്റോ ഇടുന്നത്. സ്വീറ്റ് പൊട്ടേറ്റോ ഇട്ടു. പിന്നെ സ്വീറ്റ് പൊട്ടേറ്റോ സൈസ് ഒക്കെ ഇത്രയാ. I have never used pesticide or fertilizer or any of that. And to see how he does it, it's very interesting, how they bring up the soil up, loosen the whole thing, and then you don't water it. I said, അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടേറ്റോ ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം ഇടാത്ത തന്നെ? അച്ഛൻ പറഞ്ഞു, നമ്മുടെ കണ്ടത്തിന് ഒരു 7 അടി താഴെ നമുക്ക് വെള്ളമുണ്ട്. ഇറ്റ്സ് എ റിവർ ബെഡ്. So it's always moist, the soil, for the next 3 months. So you don't need to put any water once you plant the sweet potato in my field or the radish in my field. So these kind of natural knowledge, traditional knowledge that I was getting without much effort from my side. How do you say it? It enriched the knowledge that I wouldn't otherwise get. Traditional knowledge is something that you pass on through word of mouth, or you learn from somebody else by doing. And all this knowledge this man was providing me, I was so happy, and I never thought that this is the way I want to progress. And from then on, I have tried different things. I would take smaller patches of land. I would grow pumpkin. I would grow loki. I would grow tomatoes, but all on my own ways. And after a few years, Achan left, then I was comfortable doing this on my own. But farming happened because I wanted it,
the nature or life just made it happen for me. For me, that has always been the case. Namakku venengila nammala manifestation. Nammal adu manifest cheyanayittu it's gonna happen. You just need to take the first step. And to me, this is the most fulfilling thing I have done in my life, is to grow my own food. അതൊരു ക്രിയേഷൻ പോലെ തന്നെയല്ലേ. ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിന്റിംഗ് ഉണ്ടാക്കുന്ന, ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നതോ, അല്ലെ ഒരു ആർക്കിടെക്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതോ, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെയല്ലേ യു ആർ ക്രിയേറ്റിംഗ് സംതിങ്. ഈവൻ നമുക്കൊരു പിള്ളേരുണ്ടാവുന്നത് തന്നെ ഇസ് സംതിങ് അതുപോലെ അല്ലെ. ബിക്കോസ് യു ആർ ഇൻവെസ്റ്റിംഗ് ദാറ്റ് ടൈം ആൻഡ് ലൈക്ക് ഡെവലപ്പിംഗ്, ഒരു ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിൽ ബെനിഫിറ്റ് ദം either in the right way or the wrong way, but it depends on how you input it. That's right, yes. But we must always want something, and we must always take that step. We can always want many things, but we never take that step because fear always keeps you from doing it. Or the fear of failing, or fear of making mistakes, it always stops us from taking that step. Nammal aa step edukkanam. വന്നാലും പോയാലും നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കണം. ഫോർ മീ ദാറ്റ് ഇസ് മൈ മോട്ടോ. ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്, ഡോണ്ട് ബി സ്കെയർഡ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഫെയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ അത് ട്രൈ ചെയ്തു നമുക്ക് അറിയാലോ. അതെ അതെ, പെണ്ണാന്ന് പറഞ്ഞ് പേടിക്കരുത് നമ്മള്. അത് നമുക്ക് ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ വരണം. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്, ഹ്യൂമൻ ബീങ് ആണ്, ആണല്ല പെണ്ണല്ല അതൊന്നും നോക്കാതെ നമുക്കത് ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യണം. ഡെഫിനറ്റ്ലി. അപ്പൊ ഈ ഓർഗാനിക് ഫുഡ് അതാണോ വീട്ടിലെല്ലാരും കഴിക്കുന്നത്? ഇപ്പൊ ബെർലിനില് അവിടെയും ഓർഗാനിക് ഫുഡ് പൊതുവെ കൂടുതലും കഴിക്കുന്നത്, അല്ലെങ്കിൽ ഹൗസ് യുവർ ഡയറ്റ് എങ്ങനെയാ? എന്റെ മോന് വെജിറ്റേറിയൻ ഫുഡ് ഒത്തിരി ഡിഫിക്കൽട്ടിയാ. കാരണം ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു. അപ്പം ബിക്കോസ് ഐ വാസ് ഗോയിങ് ടു യൂണിവേഴ്സിറ്റി, ഐ വാസ് നോട്ട് ദ വൺ കുക്കിംഗ് ഫോർ ഹിം. So the people who are helping at home really didn't introduce new food for him. So he has an aversion for anything green. No, with him that is very difficult to change. നമ്മളിപ്പം എല്ലാ ദിവസവും രാത്രി ഞാനിപ്പം പ്ലാനറ്റ് എർത്ത് കാണിക്കും, ഡേവിഡ് ആറ്റൻബോറോസ്, all the videos. അന്നേരം we talk about how important it is to have a plant-based diet, because killing animals is not sustainable for us, for climate, for nothing. So when we watch this, he asks many questions as to, how do we make it better? And we always boil down to, we need to change our habits, how we eat. So unless we stop killing animals, unless we not go in a very sustainable way of a plant-based diet, we cannot change what's going on in this world. So nammal ippam decide chedu, ella lunchum nammal vegetarian food, ella dinnerum nammal chicken mostly, or turkey, and sometimes beef. But very little of it. I give them very little meat. So organic food, I don't particularly go for it. I try to find farmers market here. And there are most of the people here don't use much fertilizer, from what I have understood, especially in the farmers market side. Not at the supermarket or any of that. And it's mostly, fresh tomatoes, fresh cucumber, fresh everything. Feels right, and they are not too big. In the US, you buy a tomato, it's like a pumpkin. And here everything tastes, everything has flavor. So I try to do as fresh as possible. And then I don't focus on organic particularly, but I focus on eating little and eating a plant-based diet and reducing the amount of meat. My focus is that right now. And at our field, we don't use any fertilizer, we don't use any pesticide. എനിക്ക് നേരത്തെ ഒരു പശു ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പശുവും ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല. കാരണം it's too much of a headache to take care of an animal as big as a cow. So all my neighbors have cows, and I take their cow dung. And the Panjim municipality sells you trucks of compost that they make themselves from all the stuff that they pick up. I take the compost from them, and I take the cow dung from my neighbors. And that's what goes into my field. So we don't use any DAP, we don't use any urea. So my field always have black soil. But you go to my neighboring field, it's sandy because they only use chemical fertilizers. And none of their crops, because of the change in weather, can survive the onslaught of monsoon. So like last year, entire neighborhood around me, all their grains had fallen. കാരണം മഴ ഒത്തിരി ഇങ്ങനെ പെയ്ത് കാറ്റും മഴയായിട്ട് വന്നാല് സാൻഡ് ആണെങ്കിൽ റൂട്ട്സിന് പിടിക്കാനായിട്ട് ജഗയില്ല. അന്നേരം എല്ലാ പ്ലാന്റ്സും താഴോട്ട് വീഴും. കാരണം നമ്മുടെ ഓർഗാനിക് ആയിട്ട് ഒത്തിരി സബ്സ്റ്റൻസ് നമ്മുടെ സോയിലിനകത്ത് ഉള്ളത് കൊണ്ട് മൈൻ ഹാസ് നോ ഹാസൽ. മൈ ഗ്രെയിൻസ് നെവർ ഫോൾ.
Mine are always standing, and I have a full crop. I have abundant harvest. Even last year, I got a 1,000 kilo harvest. My neighborhood had nothing. But again, the government compensates if your grains fall. So the farmers around me are not interested to continue to do or start organic farming because they know there is compensation from the government. So it's a bit of a difficulty because I'm going to get anyway some money from the government. So as well put not so much effort, because if you go into organic farming, you spend a lot of money and it's labor intensive. To put cow dung on the field, it takes me 2 days, 4 people. To put compost, it takes me as much time. Each labor costs me about 700 to 800 rupees. By the time I get my rice, by the time I mill it, I have very little rice that will compensate for all the costs I have incurred. So unless there is some other way that the farmer can be compensated, this sort of chemical fertilizer and pesticide is going to continue. And the little bit of compensation that comes from the government is enough for the farmer, at least in my village. So, it's not a good situation right now. I think അതപ്പം ഈ ഫെർട്ടിലൈസർ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇപ്പം US ലൈക്ക് യു സെഡ് അവര് ഈ GM ഫെർട്ടിലൈസേഴ്സ് അല്ലേ, അപ്പൊ അത് എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മളത് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റും നമുക്ക് കാണാമുണ്ട്. ബിക്കോസ് GM ഡയറ്റ് കഴിക്കുമ്പം യു ഫീൽ you know that there are lots of things that changes within your body and you start getting diseases which നമുക്ക് പണ്ടില്ലാത്ത ഡിസീസസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മള് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ സിറ്റിയിൽ താമസിക്കുമ്പം ഇന്ത്യൻ സിറ്റീസിൽ തന്നെ ഓർഗാനിക് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ എല്ലായിടത്തും ഓർഗാനിക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓർഗാനിക് എന്ന് പറഞ്ഞ് ഫ്രൂട്ടും വെജിറ്റബിൾസും അവര് ലേബൽ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വില അതിനെക്കാട്ടും കൂടുതൽ. അപ്പം മേ ബി ദാറ്റ് മൈറ്റ് ബി വൺ വേ ഓഫ് എൻറ്റൈസിങ് ഫാമേഴ്സ് ടു ബി മോർ ഓർഗാനിക് അല്ലെ, അതൊരു ഇതുണ്ട്. ബട്ട് ഞാൻ ചോദിക്കാൻ വന്നത്, ടിനു പറഞ്ഞു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്. എനിക്കും ടിനുവിന്റെ മോനെ പോലെ എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഐ ഡു ലൈക്ക് ടു ഈറ്റ് മൈ ഫിഷ് ആൻഡ് മീറ്റ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് വരുന്നതെന്ന് പറഞ്ഞാല്, നമുക്കിപ്പം എല്ലാ കൺട്രിയും എല്ലാ ഗവൺമെന്റും എല്ലാ ഇതും നമ്മള് സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുവാണെങ്കിൽ ഒന്ന് നമ്മുടെ ശരീരത്തിന് അത് നല്ലതാ, പ്ലസ് നമുക്കത് വേസ്റ്റേജും ഇല്ല. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഓൾ ഇയർ റൗണ്ട് സ്ട്രോബെറീസ് കിട്ടും, അല്ലെ ഓൾ ഇയർ റൗണ്ട് യു ഹാവ് മീറ്റ്, ഓൾ ഇയർ റൗണ്ട് ഇത് വരും. അതിപ്പം നമ്മൾ ടിനു പറഞ്ഞ പോലെ ഫാമേഴ്സ് മാർക്കറ്റിൽ നമ്മൾ പോയി വാങ്ങിച്ചാല്, ഇവിടെ ലോക്കൽ ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്, നല്ല വെരി നൈസ് ഫുഡാ. അവരുടെ ആ ഫുഡ് വാങ്ങിച്ച് ഉണ്ടാക്കുമ്പം അതിന്റെ ടേസ്റ്റ് ഇസ് സോ ഡിഫറെന്റ് ഫ്രം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇത് പ്രൊമോട്ട് ചെയ്താല് എനിക്ക് തോന്നുന്നു ദർ ഇസ് സസ്റ്റൈനബിലിറ്റി ഫോർ ഈവൻ ഫോർ മീറ്റ് ബേസ്ഡ് ഓർ പ്ലാന്റ് ബേസ്ഡ്. നമ്മൾ അത് ഒരു ലിമിറ്റിൽ കഴിച്ചാല് അത് നമുക്ക് സസ്റ്റൈനബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ടിനുവിന് എന്താ, വാട്ട് ഡു യു ഫീൽ, ഓർ ആർ യു വെരി മച്ച് പ്ലാന്റ് ബേസ്ഡ്? I think we must have a mix of everything, because there is no point denying ourselves or a good kappa and meen curry or a cut kappa and beef fry. I will go for it. If I find a nice one, I will eat it. പക്ഷെ നമ്മള് അത് excess ആകരുത്. I think we all have a tendency to eat excess. We have to limit how much we eat. When we do too much of something, it's not good for us, not good for anybody around. So as long as we know everything has limitations, I mean, our life is limited. So as long as we know how much to go for, little bit of beef, little bit of meat, whatever it is that you want, limit it. നമ്മൾ ചിലപ്പോൾ ഒത്തിരി ഉണ്ടാക്കിയിട്ട് പകുതി വേസ്റ്റേജാ, ഫ്രിഡ്ജിനകത്ത് വെക്കും, ഒരാഴ്ച അതിനകത്തിരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളെടുത്ത് കളയും. ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ ഉണ്ടാക്കുമ്പോൾ I don't make more than 100 grams of meat per person in the house. So I land up cooking for 4 people. I will do 350 grams, not even full 400 grams. So there's more vegetables inside, little bit of meat. So namakku kandalu meat undu. പക്ഷെ നമ്മൾ, it's not too much meat, it's more vegetables than meat. To me, that is sustainable, personally speaking. I agree, because ഞാനിപ്പം അപ്പം ആൻഡ് ചിക്കൻ സ്റ്റൂ കഴിക്കും. വലിയ വീട്ടിൽ പോകുമ്പോ അമ്മ എപ്പോഴും ഉണ്ടാക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പക്ഷെ എനിക്ക് ആ ചിക്കൻ സ്റ്റൂ അപ്പത്തിന് കൂടെ വേണം. പക്ഷെ ഞങ്ങള് കൂടുതലും അതിന്റെ ചാറാ കഴിക്കുന്നത്. ബിക്കോസ് ടിനു പറഞ്ഞ പോലെ അതിന്റെ അകത്ത് ഇപ്പം 4 ചിക്കൻ കഷ്ണം ഇട്ടിട്ട് ഒരു വലിയ ചരുവം സ്റ്റൂ ഉണ്ടാക്കിയാലും ആ ചിക്കന്റെ ആ ഫ്ലേവർ ഉണ്ട് ആ ചാറിന്, അത് മതി. അപ്പൊ അതുപോലെ ആവുമ്പം അതാവുമ്പം കൊള്ളാം. അപ്പം ഇതിപ്പം ഞാനിപ്പം
നേരത്തെ ചോദിക്കാനായിരുന്നതാ, മറന്നുപോയപ്പോ ഞാൻ ഓർത്തതാ. ടിനു അപ്പം മോഡൽ ചെയ്തോണ്ടിരുന്നപ്പം എന്തുവായിരുന്നു ടിനുവിന്റെ ഡയറ്റ്? ആ സെയിം ഡയറ്റ് ആണോ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്? പിന്നെ ഇപ്പത്തെ മോഡൽസിനെയൊക്കെ കണ്ടാല് എല്ലാരും സൈസ് 0. നമ്മൾ നേരിട്ട് അവരെ കാണുവാണെങ്കിൽ എല്ലാം തൊലി മാത്രമേ ഉള്ളൂ. പക്ഷെ ഫോട്ടോ ആയുമ്പം ബിക്കോസ് ക്യാമറ ആഡ്സ് പൗണ്ട്സ് എന്ന് ആൾക്കാർ പറയുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെ. ബട്ട് ഇസ് ദാറ്റ് എ സസ്റ്റൈനബിൾ കൈൻഡ് ഓഫ് ഡയറ്റ്? ആൻഡ് ഇപ്പം നമ്മളിപ്പം എന്താ പറയുന്നത്, കേറ്റ് വിൻസ്ലെറ്റ് റീസെന്റ് ഒരു സീരീസ് ചെയ്തു, മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിൻ്റെ അകത്ത് മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല. ആൻഡ് വാട്ട് ഷീ സെഡ് ഇസ് ദാറ്റ് there is a dearth of real looking women. എല്ലാവരും എപ്പോഴും ഭയങ്കര, നമ്മൾ ഈ കിം കാർഡാഷ്യനൊക്കെ കാണുമ്പോൾ ഭയങ്കര മേക്കപ്പ് അങ്ങനെ. ആൻഡ് there is a move towards നോർമൽ സൈസ് women. ബിക്കോസ് നമ്മളിപ്പം കടയിലൊക്കെ പോകുമ്പം, ഇപ്പൊ ഞാൻ ചിലപ്പോൾ ടോപ്പ് ഷോപ്പിൽ പോകുമ്പം എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ഷോപ്പ് ചെയ്യാനായിട്ട്. ബിക്കോസ് ചിലപ്പോൾ ഞാനൊരു സൈസ് 10-12 എനിക്ക് ഇടാൻ പറ്റും, പക്ഷെ ടോപ്പ് ഷോപ്പിൽ പോകുമ്പോൾ I have to buy 20 or 22 because otherwise it doesn't fit me. It's made for really skinny people. ഒരു ഷേപ്പ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ഫ്രെയിം ഉള്ള എന്റെ പോലെ ചില അവിടെ ഇവിടെയൊക്കെ ചേർക്കാൻ നല്ല ടയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പം നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്, ഈ യങ് ഗേൾസ് ഇല്ലേ, അവര് ഈ കിം കാർഡാഷ്യന്റെ പടമൊക്കെ കണ്ട് എല്ലാരും കണ്ട് അവരിങ്ങനെ ഡയറ്റ് ചെയ്യുന്നു, അനറെക്സിയ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് യു are very healthy, you are a supermodel. അതിന്റെ so what do you say in terms of diet? നമ്മൾ എന്താ ചെയ്യേണ്ടത്, and what is the right way to maintain yourself and be healthy? First, we need exercise. All of us need exercise. Some form of exercise needs to be done for our body, because we can't consume all the food that we consume and not spend the energy out. As a model, njan ella dosum gym povarunnu, and I also eat little. I don't eat too much. Njan ende meals njan skip cheyidilla. I'm not a breakfast person. People say breakfast is the most important part of the meal, but I'm never hungry for breakfast, so I used to go straight into lunch. Ende favorite food kanyim payaru. കഞ്ഞിയും പയറും 7 ദിവസവും കഴിക്കണമെങ്കിലും ഞാൻ 7 ദിവസവും കഞ്ഞിയും പയറും കഴിക്കും. Yeah, I can do it. My mouth waters when I think about it. This is my go-to food. So my idea of food is just nourishing my body. I don't live to eat. I eat to live. So when you have a mindset like that, you don't look at food in any other way than, okay, let me just eat. I can't have an empty stomach. I need to survive the day. So that is the focus. ഈ സ്റ്റാർവ് ചെയ്ത് നടക്കുന്നൊന്നും എനിക്കിഷ്ടമില്ല. അതൊക്കെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം we will never be happy with ourselves if we constantly crave to be something else. We are not somebody else. We cannot have the ideal body that the system portrays as a Kim Kardashian or somebody else. Those kind of bodies are not real. They are all fixed bodies. They are all manipulated bodies. Now, we must have that mentality to understand what is true and what is not true. We should have parents who guide us and say that, Mone, that is just meant to be portrayed, and it is not your reality. It is their reality. You cannot ape somebody else. So you have to be confident as a person to say what is good for you. If you want a good body, you exercise. You will get a good body. You will not have those curvy body maybe. I have a very straight body. I don't have a voluptuous body. But if I want a slim figure that I'm comfortable with, I exercise. I use the right exercise for the right part of my body. ഈ സ്റ്റാർവ് ചെയ്തിട്ട് നമ്മൾ പ്രോട്ടീൻ ഷേക്കും കുടിച്ച് നമ്മൾ 2 ദിവസം ബിഞ്ച് ഡയറ്റ് ചെയ്ത് ഇതൊക്കെ these are all mental stress. നമുക്ക് mental stress കൊടുക്കാൻ പറ്റും for yourself, because you can't survive. You can't survive this world if you stress yourself out to fit into ideologies or roles that are not yours. You have to know what is reality. And most of the time, we are so swayed away from reality with Instagram and with things that people tell you, this is who you have to be successful. No, your parents have to tell you what is reality and how to navigate it. Give you examples. As a parent, if you're already insecure, you cannot guide your child. So the healthy diet comes from your house. Your parents are teaching you the right way to live or the right food to eat. I saw my mother preparing food. I saw the food that we ate. We never went out to eat. We didn't have money. It was not the part of our family to go out and eat when we were kids. So we always ate healthy.
These are the habits we develop in our house. So as a parent, you need to teach your child the right way to progress through life and give you the markers, what is real and what is not real. In terms of accessing, we don't have time for our children anymore because we have such busy lives. But we need to find that time because time is flying by, and before you know, your children have already slipped through your fingers and they have created their own identity on all these fake ideas of life should be. Don't let them slip out of your fingers. Guide them. Show them what is right. Very true. ലൈക്ക് യു സെഡ് അത് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പിന്നെ പഴയ ബിലീഫ്സും ഉണ്ടല്ലോ. നമ്മളിപ്പം പറയും, ഓ അപ്പുറത്തെ അമ്മുക്കുട്ടിക്ക് 100 കിട്ടി, നിനക്ക് 99 കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാവുന്നുണ്ട് ദാറ്റ് എല്ലാവരുടെയും മൈൻഡും എല്ലാവരും എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഇസ് വെരി ഡിഫറെന്റ്. ഇപ്പം 10ാം ക്ലാസ് തോറ്റ ഒരാള് ക്യാൻ ബി സക്സസ്ഫുൾ ആൻഡ് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആള് ക്യാൻ ബി അൺസക്സസ്ഫുൾ. അപ്പം ഈച്ച് പേഴ്സൺ, സോ ലൈക്ക് യു സെഡ്, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. അത് നമ്മുടെ പേരൻസ് നമ്മളെ അത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആൻഡ് ഓൾസോ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ഹൗ വി കൻ അച്ചീവ് അവർ ഗോൾ ഇൻ അവർ വേ, അല്ലേ? Absolutely. I'm in touch with my school friends. My primary school suddenly formed a WhatsApp group. And, I was a backbencher. Nobody liked me. And suddenly I'm the only person everybody is interested to know. So I remember the teachers at that time telling another student, don't hang with Tinu. She's not a nice girl. And this, and I was so sad. I went and told my mother, I said, this teacher said this. The next day, my mother was there in the school. She stood at the end of the staircase waiting for this teacher. And she said, who is this teacher? I said, that one. The teacher came down. My mother held the teacher's hand and said, you don't ever speak to my daughter like that again. That's the confidence my mother gives me. I am okay to be who I am, and nobody tells me otherwise. Your parents have to guide you through your life to tell you. Otherwise, my mother could have said, yeah, probably she's right. Maybe you're a bad girl. Maybe you shouldn't have any friends. No, my mother believed in me. My mother said, it doesn't matter. She's a teacher. She left her class job that day. She came to school with me and stood by the stair. I still remember I probably was so young, maybe 7 years old, 8 years old. That young I was. And she held this teacher's hand. And that was it. My life was sorted. I was like, I'm fine. That's the confidence that my family has given me. I've been a black sheep, Kanu. I am a black sheep. I don't follow any rules. I don't follow any patterns. I create my path. But that is because my family has stood by me. It's your mother, it's your parents who do this for you. And that's so inspiring also. Because ഞാനിപ്പം റീസെന്റ് വേറെ എൻ്റെ ഒരു ഗസ്റ്റിനോട് സംസാരിച്ചു, ആൻഡ് ഷീ വാസ് 98 kilos ആയിരുന്നു. ബട്ട് ഷീ ഓൺ ഹെർ ഓൺ ഡിസൈഡ് ചെയ്തു, ഓ ഇതിപ്പം സസ്റ്റൈനബിൾ അല്ല, എനിക്ക് എന്തേലും പറ്റും, ഞാൻ ഇങ്ങനെ പോയാൽ എനിക്കത് ചേഞ്ച് ചെയ്യണം. അപ്പൊ അത് ഡിസൈഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാനായിട്ട്, എന്നിട്ട് ആ എക്സസൈസ് ചെയ്യാനായിട്ട് രാവിലെ ഓടാൻ പോവാനോ സൈക്കിൾ ചെയ്യാൻ പോവാനോ. അപ്പം നമ്മുടെ നാട്ടിലാവുമ്പോഴത്തേക്കും നമ്മളെ ഉടുപ്പിടുമ്പോ എല്ലാരും പറയാം, അയ്യോ എന്തുവാ ഉപ്പുചാക്കാണോ അതാണോ ഇതാന്നൊക്കെ പറയത്തില്ലേ. അപ്പം വാട്ട് ഷീ സെഡ് വാസ് ദാറ്റ് എനിക്കത് പ്രശ്നമേ ഇല്ല. എന്താന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ സെൽഫ് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഞാൻ രാവിലെ പോകും, എല്ലാവരും ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാനിപ്പോൾ ചെയ്ത്, ആൻഡ് ഇപ്പം ഷീസ് ലോസ്റ്റ് വെയിറ്റ് ആൻഡ് ഷീസ് മാനേജ് ടു അച്ചീവ് എത്ര മൈൽ സ്റ്റോൺസ് ഓഫ് ഹർ ഓൺ അപ്പം നമ്മളത് അതെ അപ്പം നമ്മുടെ ഓൺ സെൽഫ് ബിലീഫ് ആൻഡ് നമുക്ക് ആൻഡ് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതും കൂടെ ആവുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. Nothing will matter to you. The world doesn't matter. You matter because it's your life. Exactly. Because ഇന്ന് അവരിപ്പോ എന്തോ ഒരു കാര്യം പറയുന്നത് നാളെ അടുത്ത ആൾക്കാർ മറന്നു പോകും. ബിക്കോസ് അപ്പുറത്തെ വേറെ എല്ലാവരും എന്തെങ്കിലും ചെയ്ത് കാണും. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റില് പോയി കാണും. സോ ടിനുവിന്റെ ഫാമിംഗ് വെച്ചിട്ട് റൈസ് ഇപ്പോഴും ടിനു ഓർഫനേജിന് കൊടുക്കുന്നുണ്ടോ മോസ്റ്റ് ഓഫ് യുവർ പ്രൊഡ്യൂസ്, ആൻഡ് വാട്ട് എൽസ് ആർ യു ഡൂയിങ് ഇൻ ടേംസ് ഓഫ് ട്രൈങ് ടു ഹെൽപ്പ് ആൻഡ് ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി ടു ചേഞ്ച് സൊസൈറ്റി ഇൻ ടു ബിക്കമിങ് എ മച്ച് മോർ കൊഹീസീവ് ആൻഡ് ഹെൽപ്ഫുൾ ഒരു സിസ്റ്റം ആക്കാനായിട്ട്? Now what I do is I try to bring barter back. I realized that the amount of work that I put into the field, the money that I would make off it
it doesn't compensate for the toil and the love and the labor that I have put in there. So I barter. I give 10 kilos of my rice to anybody who wants to barter what they have spent their time and energy and love on. So to say that, some things don't have value. Some things are invaluable. At least to me, what I grow is my treasure. So I want to share. I want people to start sharing. Everything cannot be bought. Some things just have to be exchanged. We need to bring that kind of compassion and empathy between people where we respect each other for what they do. It doesn't matter. I had a man who wrote me a poem. It's his dream to write poems. So I said, I'll give you 10 kilos of rice. You write me a poem about my family. He wrote such a beautiful poem about my mom, my kids, my house, my swimming pool. It was a beautiful 10-line poem. And I have framed it and I have it. And I had another man, he's a butcher. He kills a chicken. He had come home and he came to deliver something. I said, I have rice, I want to barter. He said, I will kill my chicken and I will bring it. How much do you want? I said, you decide. I give you 10 kilos of my rice. You decide how many you want. And he brought me 5 of his hens. Oh, wow. Yeah, this is what I like. You openly give. I have no judgments of how much. You want to give me 1 chicken, fine. If that's what you think my rice is, at least you're bringing it to me. We are having a conversation. Let's talk about it. Maybe you want to do something like this with somebody else where, you growing your hens, you're killing your hens and you're bartering with somebody else. Everything does not have to be cash-based. So there's a small idea that I have that I want to cultivate. But in terms of giving it to the orphanage, I had to stop it because the priest changed. And the new priest was not very with the idea of contract farming or things like that. He wanted the field and it was a bit complicated. Not everyone goes through your same notions as before, So I said, okay, let this priest change and let the next one come and we'll see what can we do with it. What a shame, അല്ലേ? ആ പിള്ളേർക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു നല്ല മീലും വേറെ ഒരിടത്തും അവർക്ക് വിഷമിക്കേണ്ടാതെ കിട്ടുന്ന. എന്റെ ചേച്ചി, the church has land that you cannot imagine. അവര് നമ്മൾ 1/2 ഏക്കറേ ഉള്ളൂ, അവർക്ക് 20-50 ഏക്കറൊക്കെയാ കിടക്കുന്നത്. അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അവിടുത്തെ പിള്ളേർ തന്നെയാ കണ്ടെത്തി ജോലി ചെയ്യുന്നത്. കാരണം നമുക്കൊരു നല്ല ഫീലിംഗ് ഉണ്ട്, ഇത് ഓർഫനേജിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒത്തിരി ലാൻഡ് ഉണ്ട്. church how it is. They own half the land around. So for me it's more like, at least it's going some place that where people are eating and it's not being sold. അത് കറക്റ്റാ. നമ്മളെക്കാട്ടും റിച്ച് ആണ് ചേർച്ച്. അതെ, അപ്പം I think that basically നമ്മൾ ഇത്രയും സംസാരിച്ചത് ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റെക്കോർഡിംഗ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ആദ്യത്തെ ഭാഗം ഈ റെക്കോർഡിങ്ങിന്റെ ഗോവ എന്ന, രണ്ടാമത്തെ ഭാഗം ഇവിടെ ബെർലിൻ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തു, നമ്മള് ആ ഗോവയുടെ പാർട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നല്ലോ. യൂസൈഡ് മരമൊക്കെ. പിന്നെ ഫാം ഓക്കെ, എല്ലാം അവിടെ എല്ലാം പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മുടെ വാഴയൊക്കെ പോയി, വാഴയുടെ തുമ്പ് എല്ലാത്തിന്റെയും പോയി. പക്ഷെ ഒരു മരം നമ്മുടെ വീടിനകത്ത് വീണില്ല. ഇറ്റ് വാസ് എ ബ്ലെസ്സിംഗ്. പക്ഷെ എന്റെ മാങ്ങ പറക്കുന്നത് ഞാൻ കണ്ടു. എന്റെ എന്റെ മാങ്ങ പറന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം, ഞാൻ പുറത്തോട്ട് ഇറങ്ങി, ഞാൻ വീടിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. ഏത് മരം വീണാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല. എന്റെ കോഴികളെല്ലാം, എന്റെ താറാക്കളും എന്റെ കോഴികളും എല്ലാം സേഫ് ആക്കി മുറിക്കാത്തെല്ലാം ആക്കിയിട്ട് ഞങ്ങളെല്ലാരും ഭദ്രമായിട്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് ഇരുന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞപ്പം റോഡ് കാണാനില്ല ചേച്ചി. അതുപോലെ മരം അങ്ങോട്ടും ഇങ്ങോട്ടും വീണിരിക്കുന്നത്. എസ്പെഷ്യലി മാംഗോ ട്രീസ്, റൈറ്റ്? These mango trees are very old. Because of how the land has been developed, because of the construction, all the roots are cut. Mango trees are literally standing on barely no roots. So the biggest wind, like a cyclone that happened, no tree can survive that kind of an onslaught. So they had all just fallen left and right. For like a week, we couldn't move through the roads because of the trees that had fallen. What a waste, Allah. I mean, all those mangoes. Yeah, but at least ellarum safe arno, so that was good. Yeah, totally. There's something very romantic about, being stuck at home when there is this happening outside. Like, you feel there's that. I remember maybe it's some old memories of being a child in, in houses with those kind of noises with the wind and, the rain. I know it felt good, but the destruction outside was, of course, nothing to
smile about. No, I agree with you because ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോ 11th ഫ്ലോറിലാ. അപ്പൊ കാറ്റടിക്കുമ്പോ ഇങ്ങനെ ചിലപ്പോ കോറിഡോറിലൊക്കെ കൂടെ നമ്മള് വെളിയിൽ ഇറങ്ങുമ്പോ ആ കോറിഡോർ കൂടെ അപ്പാർട്ട്മെന്റ് കോറിഡോർ ഇങ്ങനെ ലൈക്ക് യു സെഡ് എന്നുള്ള ശബ്ദമുണ്ട്. അത് കേൾക്കും, ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് അത് കേൾക്കാനായിട്ട്. എന്തോ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ആ മഴ പെയ്യുമ്പോ ഉള്ള ഒരു ആ എക്സൈറ്റ്മെന്റ് അല്ലെ, ഇങ്ങനെ നല്ല സേഫ് ആയിട്ട് അകത്തിരുന്ന് കോസി ആയിട്ട് ഇരുന്നിട്ട് ആ മഴ കാണാനും ഒരു നല്ലൊരു ഇതാ. സമയമാകുമ്പോ നല്ലൊരു ചൂട് ഹോട്ട് ചോക്ലേറ്റ് അല്ലെ, ഒരു മസാല ടീ ഒക്കെ കഴിച്ച് അത് കണ്ടോണ്ടേ ഒരു വടയും നല്ല നൈസ് പരിപ്പ് വട. So അങ്ങനെ. So nice talking to you, JJ. Same here. It's really good fun to catch up and remember all those things അല്ലേ? Yes, totally. So അപ്പം ടിനു, താങ്ക് യു സോ മച്ച് ഈ 2 പ്രാവശ്യം വന്ന് സംസാരിക്കാനായിട്ട്. ബിക്കോസ് നമ്മള് 2 പാർട്ട് ആയി പോയി ഈ റെക്കോർഡിംഗ്. ബട്ട് താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ദേ അണ്ടർസ്റ്റാൻഡ് യുവർ കോൺസെപ്റ്റ് ആൻഡ് ദേ try and implement those things and at least ഒരു കൊച്ചു ഇതിൽ ബാർട്ടർ ഇങ്ങനെ ചെയ്യാനായിട്ടൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ആൻഡ് പ്ലസ് ഓൾസോ അബൌട്ട് ഡയറ്റ് ആൻഡ് ഫുഡ് ആൻഡ് തിങ്സ്. ഐ തിങ്ക് ദാറ്റ് ഈസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഇപ്പോഴത്തെ ലൈഫ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ ഗ്രാൻഡ് മദറിന്റെ സമയത്തൊക്കെ ടിനു പറഞ്ഞ പോലെ അവര് കണ്ടത്തിലും ആ മുറ്റത്തും ഒക്കെ നടന്ന് ചെയ്ത് അവര് ഭയങ്കര എന്റെ ഗ്രാൻഡ് മദർ എനിക്ക് ഐ ഡോണ്ട് നോ എത്ര വയസ്സുണ്ട് ബിക്കോസ് ഇൻ ദോസ് ഡേയ്സ് ദേ നെവർ ന്യൂ വെൻ ദേ വർ ബോൺ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വെൻ മൈ മംസ് മം ഡൈഡ് ഷി വാസ് ഒരു 100 years അറ്റ്ലീസ്റ്റ് ആയിരുന്നു കാണും. ബട്ട് മൈ അമ്മച്ചി വാസ് സോ സ്ട്രോങ് ആൻഡ് ലൈക്ക് രാത്രിയിൽ നമ്മളൊരു ഭട്ടൂര കഴിച്ചാൽ അമ്മച്ചിക്ക് 3 ഭട്ടൂര കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു ഭട്ടൂര കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ആൻഡ് അതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നൗ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000 steps ചെയ്യാനായിട്ടാണ് നമ്മുടെ ഗോള്. പണ്ടാണെങ്കിൽ അവർ അതിനെക്കാട്ടും കൂടുതൽ ഹോൾ ഡേ ചെയ്ത് കാണും. അപ്പം ഉച്ചയ്ക്ക് അവർ 20,000 സ്റ്റെപ്പ് ഓൾറെഡി ഫിനിഷ് ചെയ്തു. അതെ, എക്സാക്ട്ലി. അപ്പം നമ്മൾ ആ ഡയറ്റും നമ്മുടെ എക്സസൈസും പിന്നെ നമ്മുടെ ഹോൾ മൈൻഡ് സെറ്റ് ഒരു ടു അക്സെപ്റ്റ് അവർ സെൽഫ് ആസ് അസ് അല്ലെ. നമുക്ക് വേറെ ഒരാളായിട്ട് വേണ്ട. യു ക്യാൻ ബി യുവർ സെൽഫ്. ആൻഡ് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ വന്ന് ഫ്രണ്ട്സ് ആവും. നമുക്കിപ്പം 100 ഫ്രണ്ട്സ് വേണ്ട, ഒരു 2 നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് മതി. More than enough. We have a fulfilling life if we have really 2 good friends. I agree with you. So അപ്പം that was very interesting, the talk. ടിനുടെ സ്റ്റോറി കേൾക്കാനും ഐഡിയാസ് അബൌട്ട് ലൈഫ് ആൻഡ് എവറിത്തിങ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി യുവർ പെർഫോമൻസ് ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അരിയിടുന്ന ദിവസം എന്നെ വിളിക്കല്ലേ, വേറെ ദിവസം ഞാൻ കാണാൻ വരാം. Thank you very much. Thank you for having me on the show. You're very welcome. നന്ദി കേട്ടുകൊണ്ടിരുന്നതിന്. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ, ഒപ്പം നിർദ്ദേശങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വേണ്ട കേട്ടോ. ഷെയർ ചെയ്യാൻ മനസ്സ് പറഞ്ഞാൽ ഒട്ടും താമസിക്കരുത്. ഷെയർ. വീണ്ടും ആന ചേനയോട് കഥ പറയുന്നത് കേൾക്കാൻ വരുമല്ലോ. അതാ ആനക്കാര്യം ചേനക്കാര്യം. വീണ്ടും കേൾക്കും വരെ മംഗളം.